ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ തുടരുകയാണ്. 4 ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ മണ്ഡലത്തിലെ 184 ബൂത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികളും വിക്ടോറിയ കോളേജിലാണ് വിതരണം ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. പൂർണ്ണമായിട്ടും സജ്ജമാണ്. ഇന്നിപ്പോൾ വിക്ടോറിയ കോളേജിലെ പോളിംഗ് മെഷീനുകളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം നടക്കുകയാണ്. നമുക്ക് കുറച്ച് പരാതികൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ വിശദമായിട്ടുള്ള പരിശോധന ഓരോ പോളിംഗ് സ്റ്റേഷനിലും ബൂത്ത് ലെവൽ ഓഫീസർമാർ, വില്ലേജ് ഓഫീസർമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ട് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ പരാതികളുള്ള കേസുകൾ പൂർണ്ണമായിട്ടും കണ്ടെത്തി. അതുകൂടാതെ ഓഫീസ് തലത്തിലും പ്രത്യേകമായിട്ട് പരിശോധന, ഈ ബോർഡറുകളുള്ള, അതായത് മലമ്പുഴ മണ്ഡലവുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പൂർണ്ണമായിട്ടും പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണമോ ഏതെങ്കിലും തരത്തിലുള്ള ഇരട്ടിപ്പോ ഉണ്ടോ എന്ന് വിശദമായിട്ട് പരിശോധന നടത്തിയിട്ടുണ്ട്. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശാന്തകുമാർ, ഈ വിവാദങ്ങളാണ്. ഈ വിവാദങ്ങളൊക്കെ വോട്ടായി മാറുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണങ്ങളൊക്കെ പൂർത്തിയായോ? പിന്നെ ഈ പറഞ്ഞതുപോലെ ഇരട്ട വോട്ടുള്ളവരുടെ പേര് ബൂത്തിൽ എഴുതി ഒട്ടിക്കുമെന്ന് CPM പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊക്കെ ഒരു സംഘർഷ സാധ്യതയൊക്കെ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ എന്താണ്? തീർച്ചയായും പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുകയാണ്. 184 ബൂത്തുകളാണുള്ളത്. അതിൽ 4 ഓക്സിലറി ബൂത്തുകളാണ്. ഈ 184 ബൂത്തുകളിലേക്കായി 230ലധികം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും അതിൻ്റെ അനുബന്ധ സാമഗ്രികളും എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവ വിതരണം ചെയ്യുന്നുണ്ട്. കുറ്റമറ്റ രീതിയിൽ പോളിംഗ് പൂർത്തിയാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും തന്നെയാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് നേരത്തെ ജില്ലാ കളക്ടർ സൂചിപ്പിച്ചതും. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പും വ്യാജ വോട്ട്, കള്ളവോട്ട് എന്നുള്ള ആക്ഷേപം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിലനിൽക്കുന്നുണ്ട് പാലക്കാട്. അവയെല്ലാം ഒരു പരാതിയായി CPM ജില്ലാ കളക്ടർക്ക് നൽകിയിരുന്നു. അവയെല്ലാം വിശദമായി പരിശോധിച്ചിട്ട് അത്തരം വോട്ടർമാരുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കും. ഒരാൾക്ക് ഒന്നിലധികം മണ്ഡലങ്ങളിൽ വോട്ടുണ്ടെങ്കിൽ അത്തരക്കാരെ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന് എല്ലാ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും ഇതിന് ചുമതല കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ പോളിംഗ് ഓഫീസർമാർക്ക് ഓരോ പോളിംഗ് ബൂത്തിലും ഈ ഇരട്ട വോട്ടുകളുടെയും കള്ള വോട്ടുകളുടെയും ഉൾപ്പെട്ടവരുടെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അത്തരക്കാർ വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ പ്രത്യേകം നിരീക്ഷിക്കാനും അത്തരം കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നതിനുമെല്ലാം ശ്രമിക്കുമെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിലുള്ള പരാതിയുമായി ഉന്നയിക്കപ്പെട്ടാൽ അവരിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അങ്ങനെ കൃത്യമായ ഒരു വലിയ ക്രമീകരണം തന്നെ ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. ഏറ്റവും വിവാദമായി നിൽക്കുന്നത് 2700ലധികം വോട്ടുകൾ വ്യാജ വോട്ടുകളും കള്ളവോട്ടുകളും ഉണ്ട് എന്ന് തന്നെ CPM നേരത്തെ ഉന്നയിച്ചിരുന്നു. അവയ്ക്കെല്ലാം നടപടി ഉണ്ടാകും എന്നുള്ള വിധത്തിൽ തന്നെയാണ് ജില്ലാ കളക്ടർ ഇന്നത്തെ പ്രതികരണത്തിൽ സൂചിപ്പിക്കുന്നത്. സേതു.